പേഷ്യൻ്റ് നീന്തി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു പേഷ്യൻ്റ് വാഹനത്തിലില്ലായിരുന്നു. അച്ഛന് നീന്താനൊന്നുള്ള ഇതൊന്നും ഇല്ല. അച്ഛന് 3 വർഷമായിട്ട് നമ്മുടെ മുറിക്കകത്ത് മാത്രം ഈ വെന്റിലേറ്ററിൽ കിടന്ന രോഗിയാണ് നീന്തി രക്ഷപ്പെട്ടതെന്ന് ഞാനും കണ്ടു ഫോണിൽ. ആംബുലൻസ് കനാലിലേക്ക് മറിഞ്ഞതിന് പിന്നാലെ ആംബുലൻസിൽ അത്യാസന്ന നിലയിലുണ്ടായിരുന്ന രോഗി നീന്തിക്കയറി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണിത്. പത്തനംതിട്ട മെഴുവേലിയിലാണ് ഈ പറയുന്ന അപകടമുണ്ടായത്. കനാൽ റോഡിലൂടെ പോകുന്നതിനിടയിൽ ആംബുലൻസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: വെന്റിലേറ്ററിൽ അത്യാസന്ന നിലയിലായിരുന്ന രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ആംബുലൻസ് കനാലിലേക്ക് മറിഞ്ഞത്. ഇവിടെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. ആംബുലൻസ് വെള്ളത്തിൽ വീണതും അതുവരെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം ശ്വാസമെടുത്തിരുന്ന ഗുരുതരാവസ്ഥയിലുള്ള ആ രോഗി സ്വയം നീന്തിക്കയറി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ശരിക്കും ആർക്കാണ് ഇവിടെ രോഗം? കനാലിലെ തണുത്ത വെള്ളത്തിൽ നീന്തി രക്ഷപ്പെടാൻ മാത്രം ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തിനായിരുന്നു വെന്റിലേറ്റർ ചികിത്സ? ആധുനിക ചികിത്സാ രീതികൾ പലപ്പോഴും വെറും കച്ചവടമായി മാറുന്നുണ്ടോ? അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ആംബുലൻസിൻ്റെ ഡ്രൈവറും രോഗിയുടെ ബന്ധുക്കളും പറയും. ഈ അപകടമുണ്ടായ സമയത്ത് ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ രഞ്ജു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജു, എന്താണെന്ന് സംഭവിച്ചത്? 10:30 എനിക്ക് ഫോൺ വരുന്നു, എമർജൻസി ആയിട്ട് ഒരാളിനെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് കനാൽ റോഡിൽ കൂടെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പട്ടി കുറുക്ക് ചാടി വണ്ടി കനാലിൽ നിന്ന് റോഡിൽ നിന്ന് സ്കിട്ട് ചെയ്ത് കനാലിലേക്ക് മറിയുകയായിരുന്നു. ആ സമയത്ത് രോഗി ഉണ്ടായിരുന്ന വണ്ടി? രോഗി വണ്ടിക്കകത്തിലില്ലായിരുന്നു. രോഗി എടുക്കാൻ പോകുമ്പോഴാണ് സ്കിഡ് ചെയ്ത് കനാലിലേക്ക് മറിഞ്ഞ് വണ്ടി വീഴുന്നത്. രോഗിയെ എടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ അപകടം സംഭവിച്ചു. പട്ടി കുറുകെ ചാടിയപ്പം ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചപ്പോൾ റോഡിൽ നിന്ന് സ്കിഡ് ചെയ്താണ് കനാലിലേക്ക് വണ്ടി പോകുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ പ്രചരണം നടക്കുന്നത് ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി വാഹനം കനാലിലേക്ക് മറിഞ്ഞതിന് പിന്നാലെ നീന്തി കയറി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. അതിനകത്ത് രോഗി ഇല്ലായിരുന്നു. അത് ബി ലെവൽ ആംബുലൻസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ എമർജൻസി ICU വണ്ടി ഒന്നുമല്ല. ഈ വെന്റിലേറ്ററിൽ കിടന്ന രോഗിയാണ് നീന്തി രക്ഷപ്പെട്ടതെന്ന് ഞാനും കണ്ടു ഫോണിൽ. നമ്മുടെ വണ്ടിയിൽ അവർ കയറിയിട്ടൊന്നുമില്ല. എന്താ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നതിൽ എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നതായിരിക്കും. അവർക്ക് കിട്ടുന്ന അവസരമല്ലേ, അവരത് പാഴാക്കത്തില്ല. താങ്കൾക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നോ? എനിക്ക് പരുക്കുണ്ട്. എനിക്ക് താടിക്ക് സ്റ്റിച്ചുണ്ട്, കൈക്ക് സ്റ്റിച്ചുണ്ട്. എൻ്റെ അച്ഛനാണ് പരമു എന്ന് വിളിക്കുന്ന ശശിധരൻ എന്ന് പറഞ്ഞ ആൾ. അച്ഛൻ 10 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരിക്കുമായിരുന്നു. പിന്നെ വെളിയിൽ പുറത്തൊക്കെ അത്യാവശ്യം പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 3 വർഷമായിട്ട് അച്ഛൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛന് രാവിലെ ഒരു വല്ലായ്മ തോന്നി, ആംബുലൻസ് വിളിച്ചു. അപ്പോൾ ആംബുലൻസ് വന്ന വഴിക്ക് അപകടത്തിൽപ്പെട്ടു. പിന്നെ നമുക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല. അച്ഛനെ ഞങ്ങൾക്കൊരു വണ്ടിയുണ്ട്. പിന്നെ ഞങ്ങളുടെ വണ്ടിയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ അച്ഛൻ മരിച്ചു. കാറിലാണ് അച്ഛനെ കൊണ്ടുപോയി. അത് പകുതി വഴിക്ക് ചെല്ലുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, വാർത്തകൾ വരുന്നതെല്ലാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴി അപകടം ഉണ്ടാകുന്നു, അദ്ദേഹം വെള്ളത്തിൽ നിന്ന് നീന്തി കയറി എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ലില്ല, അച്ഛന് നീന്താനൊന്നുള്ള ഇതൊന്നും ഇല്ല. അച്ഛന് 3 വർഷമായിട്ട് നമ്മുടെ മുറിക്കകത്ത് മാത്രം ഞങ്ങളുടെ പിടിച്ചുകൊണ്ടുള്ള സഹായത്തിലാണ് മുറ്റത്ത് കൊണ്ടുപോകുന്നതും പല്ല് തേപ്പിക്കുന്നതും അങ്ങനെയൊക്കെ മുറ്റത്തിറക്കിയിരുത്തുന്നതും ഞങ്ങൾ പിടിച്ചുകൊണ്ടാണ്. പക്ഷെ നീന്താനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. ഈ ആംബുലൻസിൻ്റെ ഉടമയും മെഴുവേലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ നെജോ മെഴുവേലി നമുക്കൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ശശിധരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നമ്മുടെ കുടുംബമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ്. അപ്പം അദ്ദേഹത്തിന് 75 വയസ്സാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 10 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ വന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് മകൾ വിളിച്ചു, പെട്ടെന്ന് വാഹനമായിട്ട് വരണമെന്ന് പറഞ്ഞു. നമ്മുടെ ഡ്രൈവർ ആ സ്ഥലത്തേക്ക് അവരെ കൂട്ടി എടുത്തു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് ഒരു തെരുവ് നായ റോഡിലേക്ക് ചാടിയപ്പം ആ തെരുവ് നായ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് സ്ലിപ്പായി വാഹനം വെള്ളത്തിലേക്ക് മറിയുന്നത്. ഈ വാഹനത്തിൽ ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? യഥാർത്ഥത്തിൽ ആ വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. ആദ്യമൊക്കെ ആ വാർത്തകൾ കാണുമ്പോൾ നമ്മളൊരു തമാശ രീതിയിലൊക്കെ അതിനെ കണ്ടുവിട്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു കുടുംബത്തെ കൂടെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിട്ടാണ് ഇപ്പോൾ അതിനെ കാണുന്നത്. ആ പേഷ്യൻ്റ് നീന്തി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ പേഷ്യൻ്റ് അങ്ങനെ ഒരു പേഷ്യൻ്റ് വാഹനത്തിലില്ലായിരുന്നു. പക്ഷേ ഈ വാർത്തകൾ ആ കുടുംബം, മരണപ്പെട്ട ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കുടുംബം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന മാനസിക പ്രയാസം എത്രമാത്രം വലുതാണ് എന്ന് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. നമ്മുടെ ഈ വാഹനം എന്ന് പറയുന്നത് B ലെവൽ വാഹനമാണ്.
ഒരു പെട്ടെന്ന് ഒരു വയ്യാഴിക വരുമ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബി ലെവൽ ആംബുലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ആളുകൾ പറയുന്നത് വെന്റിലേറ്റർ ആംബുലൻസ് ആണ്, ICU ആംബുലൻസ് ആണ്. നമ്മുടെ വണ്ടി ICU ആംബുലൻസ് അല്ല. അപ്പോൾ ഈ പോസ്റ്റ് തന്നെ തെറ്റായിട്ടുള്ള പോസ്റ്റാണ്. എന്നാൽ സോഷ്യൽ മീഡിയ ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം, ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറിന് എന്തെങ്കിലും സംഭവിച്ചോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാതെ, അതൊന്നും കാണാതെ മൊത്തത്തിലൊരു അടിസ്ഥാനരഹിതമായ ആരോപണം, എന്തിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാവാം. ആരോ ഇട്ട പോസ്റ്റ് പരമാവധി ആളുകൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് അവരവരുടെ പ്രൊഫൈലുകളിൽ ഇടുന്നു. ഇനിയെങ്കിലും ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതെ. ഒരു വെന്റിലേറ്ററിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഡോക്ടർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നിലവിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യാവൂ എന്നാണ് എനിക്ക് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് പറയുവാനായിട്ടുള്ളത്. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും സത്യം എന്താണ് എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇനിയെങ്കിലും ഈ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമേ എന്നാണ് ആ കുടുംബത്തിനും ആംബുലൻസ് ഉടമയ്ക്കും പറയാനുള്ളത്. പത്തനംതിട്ട മെഴുവേലിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.